പല ഘട്ടത്തിലും 50% പൈസയെ ചെലവഴിച്ചോളൂ, 50% പൈസയെ ചെലവഴിച്ചോളൂ. ഈ കള്ളക്കണക്ക് വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ എത്ര നാളായി തുടരുന്നു? ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥിയെ OLXൽ അന്വേഷിച്ചു പോയി നിങ്ങളുടെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായി മാറിയത് മുതൽ എത്രയോ നുണപ്രചരണങ്ങളാണ് നിങ്ങൾ നടത്തിയത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചോ? ഞാൻ പറയാം, ഈ നിലമ്പൂർ സൗത്തിൽ 621 ലക്ഷം രൂപ, 621.17 ലക്ഷം രൂപയാണ് പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വനം വകുപ്പ് ചെലവഴിച്ചത്. അവിടെ വനവുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന 145 കിലോമീറ്റർ സ്ഥലം സോളാർ വേലി കെട്ടി വനം വകുപ്പ്, 46.9 കിലോമീറ്റർ സോളാർ തൂക്കുവേലി കെട്ടി, 4.53 കിലോമീറ്റർ ആന കിടങ്ങ് താഴ്ത്തി, 2.37 കിലോമീറ്റർ ആന മതിൽ വച്ചു. അതുപോലെ വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞ 9 വർഷമായി ഇത്തരത്തിലുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായി 787 ലക്ഷം രൂപ ഇത്തരത്തിൽ ആക്രമണത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. ഇവിടെ കൃത്യമായിട്ട് പറയാം 50% ചെലവഴിച്ചു. 50% വനം കൃത്യമായി കേന്ദ്രത്തിന്റെ യൂണിയൻ ലിസ്റ്റിൽ പെട്ടതാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു ചാനലിന്റെ ചർച്ചയിൽ നിന്നാണ് വരുന്നത്. അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ല. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു വാർഡ് കമ്മിറ്റി അംഗമല്ല, അനുഭാവിയാണെന്നെങ്കിലും പറഞ്ഞു. എല്ലാ അനുഭാവികളും ചെയ്യുന്ന കുറ്റം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നെങ്കിലും ചോദിച്ചു. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. ആ ജംഗ്ഷനിൽ ചെന്ന്, ആ ഗ്രാമത്തിൽ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി കോൺഗ്രസിന്റെ ഏത് പ്രവർത്തകനാണ്, എത്ര നാളായിട്ട് കോൺഗ്രസ്സുകാരനാണ്, അതിൽ കോൺഗ്രസ്സുകാരനാണെന്ന് തന്നെ കരുതിക്കോ. അയാളെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസ് അല്ലല്ലോ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. അല്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലല്ലോ. 4 മണിക്കൂറിനുള്ളിൽ ആ പ്രതിയെ പിടിച്ചില്ലേ? ആ പ്രതിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം എന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുമ്പോൾ എന്താണ് കോൺഗ്രസിന് ഇത്ര പൊള്ളുന്നത്? എന്താ ആദ്യം ആരെയാണ് കോണ്ടാക്ട് ചെയ്തത്? അതുപോലെ അരുൺകുമാർ, ഇതിൽ KSEBക്ക് പരാതി കൊടുത്തില്ല, നടപടി എടുത്തിട്ടില്ല. പോലീസിന് പരാതി കൊടുത്തില്ല, നടപടി എടുത്തിട്ടില്ല. ആ പ്രതിയെ പിടികൂടി കഴിഞ്ഞിട്ട് അയാളുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നാണ് അരുൺകുമാർ പറയുന്നത്. അങ്ങനെയാണ് സമ്മതിക്കരുത് അരുൺകുമാർ. ഒരു പ്രതിപക്ഷ പാർട്ടി ഒരു കുറ്റവാളിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിന്.